ഒരാൾ കൗൺസിലിങ്ങിന് വന്നു. അയാൾക്ക് രക്തസമ്മർദ്ദം കൂടുതലായിരുന്നു. ഒപ്പം തലവേദന, ഉറക്കമില്ലാത്ത രാത്രികളും. വിശദമായി സംസാരിച്ചപ്പോൾ കാരണം വ്യക്തമായി. അദ്ദേഹത്തിന് ജോലിസ്ഥലത്തും വീട്ടിലും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇത് ദേഷ്യവും രക്തസമ്മർദ്ദത്തിലേക്ക് നയിച്ചു. ഈ കാര്യത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല. പ്രാദേശിക യുദ്ധങ്ങൾ, വ്യാപാര തർക്കങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ മുതൽ റോട്ടിൽ, ഓഫീസിൽ പൊട്ടിത്തെറികളും വരെ ഒരു പൊതു കാരണം ഉണ്ട്. ഇവയിൽ കൂടുതൽ പുരുഷൻ്റെ പ്രതികരണങ്ങളാണ്. കുട്ടിക്കാലം മുതൽ ആൺകുട്ടികളിൽ അവർ ശക്തരാകണം, എല്ലാം നിയന്ത്രിക്കണം എന്ന സങ്കല്പം സമൂഹം ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമകളിലും മാധ്യമങ്ങളിലും ഇത് കാണാം. കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നിരാശ മറച്ച് അവർ ക്രൂരമായ ബലപ്രയോഗം കൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. ആ നിരാശ ദേഷ്യമായി നമ്മൾ കാണുന്നു. എന്നാൽ പലപ്പോഴും സ്ത്രീകളും കുട്ടികളുമാണ് ഇതിൻ്റെ ഇരകളാകുന്നത്. ഒപ്പം രക്തസമ്മർദ്ദം വരുത്തിവെച്ച് സ്വന്തം ആരോഗ്യവും സമാധാനവും മങ്ങുന്നു. ഇതിൻ്റെ പരിഹാരത്തിനായി ആദ്യം വൈകാരിക പക്വതയാണ് പുരുഷത്വം എന്ന് മക്കളെ പഠിപ്പിക്കുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നിരാശ എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് അവരെ പഠിപ്പിക്കുക. ഓർക്കുക, കുട്ടികൾ അവർ കാണുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിരാശ എങ്ങനെ മാനേജ് ചെയ്യുന്നത് അവർ കാണട്ടെ.